അവൻ്റെ ഓർമ്മയിൽ അവൾ വാവിട്ട് നിലവിളിച്ചുപോയി. അവനെവിടെയാണെന്ന്, ഏതവസ്ഥയിലാണെന്നോ, ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയാതെ ആ പെണ്ണിൻ്റെ ഹൃദയം നുറുങ്ങുന്നുണ്ടായിരുന്നു. അവൾ കരഞ്ഞുകൊണ്ട് വീണ്ടും ആ വെറും നിലത്തേക്ക് ചുരുണ്ടുകൂടി. പെട്ടെന്ന് അവളുടെ കണ്ണുകളിൽ എന്തോ ഒന്ന് തടഞ്ഞതും അവൾ കണ്ണുയർത്തി അതിലേക്കൊന്ന് നോക്കി. വിക്രം, എവിടെയാണ് നീ? നിനക്കെന്നെ വേണ്ടേ? ഞാൻ മരിച്ചു പോകുന്നു വിക്രം, വേഗം വാ. ഇവിടെ ആരും നിന്നെ ഒന്നും ചെയ്യില്ല വിക്രം. ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫോട്ടോ ആയിരുന്നു അത്. അവൻ്റെ നെഞ്ചിലായി മുഖം ചേർത്ത് വെച്ച് അവനെ ചുറ്റി വരിഞ്ഞു നിന്ന് പ്രണയത്തോടെ പുഞ്ചിരിക്കുന്ന അവളും, തന്നെ വരിഞ്ഞു മുറുക്കെ പിടിച്ച് കണ്ണിൽ നിറച്ച് കുറുമ്പോടെ നിൽക്കുന്നവനും. നിലത്തായി അവളുടെ അടുത്ത് ഫ്രെയിം ചെയ്ത് വെച്ച ഫോട്ടോയിൽ മുഖം അമർത്തി കിടക്കെ അവളുടെ കണ്ണിലായി അവസാനമായി അവനെ കണ്ട നിമിഷങ്ങൾ ഓടി വന്നു. വിക്രം, വേണ്ട, ആരെങ്കിലും കാണും. ഡാ, നിനക്കിപ്പോൾ കുറച്ച് കൂടുന്നുണ്ട്. പോടാ തെമ്മാടി. ഡി, നിക്കടി അവിടെ. കോളേജിൻ്റെ മെയിൻ ബിൽഡിങ്ങിന് പുറകിലായി പുതുതായി പണി കഴിപ്പിക്കുന്ന ഒരു ബിൽഡിങ്ങിലായിരുന്നു അവരുള്ളത്. അവളെ കാണണമെന്ന് അവൻ്റെ മെസ്സേജിൻ്റെ പുറത്ത് അവൾ തൻ്റെ സഹോദരന്മാരുടെയും അവരുടെ കൂട്ടുകാരുടെയും കണ്ണ് വെട്ടിച്ചോടിയെത്തിയതാണ് അവൻ്റെ അടുത്ത്. അവൻ അവളെ വലിച്ചടുപ്പിച്ചതും അവൻ്റെ കയ്യിൽ നിന്ന് കുസൃതിയോടെ കുതിരമാറി ഓടുന്നവളുടെ പുറകെ ചുണ്ടിൽ നിറച്ച പുഞ്ചിരിയോടെ അവൻ ഉടുത്തിരുന്ന മുണ്ട് മടക്കി കുത്തി അവളുടെ പുറകെ ഓടി. ക്ലാസ് റൂമിൻ്റെ പുറത്ത് കോറിഡോറിലൂടെ ഓടി അവിടെ ഉള്ളൊരു ക്ലാസ് റൂമിൻ്റെ അകത്ത് കയറിയതും അവൻ അവളുടെ പുറകിലൂടെ ഓടി വന്നവളുടെ കയ്യിൽ പിടിച്ച് തടഞ്ഞിരുന്നു. വീണ്ടും അവനിൽ നിന്ന് കുതറിയോടാൻ ശ്രമിച്ചവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്തതും അവൾ ഊക്കോടെ വന്ന് അവൻ്റെ നെഞ്ചിലിടിച്ചതും ബാലൻസ് തെറ്റി അവർ നേരെ താഴേക്ക് വീണു. അപ്പോഴും അവൻ്റെ പെണ്ണ് അവൻ്റെ കയ്യിൽ സുരക്ഷിതയായിരുന്നു. അവളെയും കൊണ്ട് താഴേക്ക് വീണതും ആദ്യത്തെ പകപ്പ് മാറി അവളെയും കൊണ്ടൊന്ന് മറിഞ്ഞു. അവൾ അടിയിലും അവൻ മുകളിലുമായി കിടന്നു. വിക്രം, വേണ്ട, നോ. അവൻ അവളെ ഒന്ന് നോക്കി മീശ പിരിച്ചുകൊണ്ട് അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി അവിടെ അമർത്തി ചുംബിച്ചു. അവിടെ മീശ കൊണ്ട് ഇക്കിളിയാക്കിയതും അവൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവനെ വരിഞ്ഞു മുറുക്കി പിടിച്ചു. ദേ പെണ്ണെ, ഞാൻ ഇവിടെ തന്ന ആ വലിയ മറുക് മാറിയോ? അതുപോലെ ഒന്നുകൂടെ. അവളുടെ കഴുത്തിൽ ആകമാനം ചുംബിച്ച് തളർത്തിക്കൊണ്ട് മുഖം ഉയർത്തി അവളുടെ മാറിൽ മെല്ലെ തലോടി ചോദിച്ചതും അവൾ പൊള്ളലേറ്റതുപോലെ അവനെ നോക്കി. അവൻ്റെ കണ്ണുകളിൽ വിരിയുന്ന ഭാവത്തെ താങ്ങാൻ കഴിയാതെ അവളുടെ മിഴികൾ താഴ്ത്തി. ചുണ്ടിൽ വിരിഞ്ഞ കുസൃതി ചിരിയോടെ അവൻ അവളുടെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അവളുടെ ഇടുപ്പിലായി കൈയമർത്തി അവളുടെ മാറിലേക്ക് മുഖം പൂഴ്ത്തി. ഡാ സ്റ്റീഫ, എന്താ ഡാനി ചായ? ദക്ഷ എവിടെ പോയടാ? കണ്ടില്ല ചായ. ഡെവി, ഞാനും കണ്ടില്ലടാ. ഇവളെ എവിടെ പോയി? നീ കണ്ടോടാ ഫിലിപ്പെ അവളെ? ഇല്ല ചായ, ഞാനും കണ്ടില്ല. ഈ ഇടയായിട്ട് അവൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെയാണ് ചായ. അവളെ കുറേ നേരം കാണാനില്ലാണ്ടാവും. പിന്നെ വരും, ചോദിക്കുമ്പോഴാ ലൈബ്രറിയിലെന്നോ ഏതെങ്കിലും കൂട്ടുകാരികളുടെ ഒപ്പം പോയതാണോ എന്നെങ്കിലും പറയും. സാധാരണ അങ്ങനെയല്ലല്ലോ, അവൾ എപ്പോഴും നമ്മളോടല്ലേ ഉണ്ടാകാറുള്ളത്. അതും നേരാണല്ലോടാ. സാരമില്ല, കണ്ടുപിടിക്കാം. അവർ ഓരോന്ന് പറഞ്ഞുകൊണ്ട് അവരുമുള്ള അതേ ബിൽഡിങ്ങിലാണ് കയറി പോകുന്നത്. എന്നാൽ ഇതൊന്നും അറിയാതെ തൻ്റെ പ്രണയം അവളിലേക്ക് ചുംബനമായി ഒഴുകുന്ന വ്യഗ്രതയിലാണ് വിക്രം. അവൻ പകർന്നു നൽകുന്ന പ്രണയ ചൂടാൽ അവനിലേക്ക് ഒട്ടിച്ചേർന്നുകൊണ്ട് അവളും. ഇരുവരും അവർ മാത്രമുള്ള ലോകത്താണ്, മറ്റാർക്കും പ്രവേശനമില്ലാത്ത ലോകത്ത്. അവർ 4 പേരും നടന്ന് രണ്ടാമത്തെ ബിൽഡിങ്ങിലേക്ക് കയറിയതും അവിടെ എന്തോ ഒരു ശബ്ദം കേട്ട് അവർ അങ്ങോട്ടേക്ക് ശ്രദ്ധിച്ചു. ഒരു ചെക്കൻ്റെയും പെണ്ണിൻ്റെയും ശബ്ദം പോലെ തോന്നിയതും അവർ 4 പേരുടെ ചുണ്ടിലും ചെറുചിരി വിരിഞ്ഞു. അച്ചായ, അവിടെ എന്തോ ഒരു ശബ്ദം, നമുക്കും കൂടി പോയി കൂടിയാലോ? വേണ്ടടാ, വിട്ടേക്ക്. അതെന്താ അങ്ങനെ? ഡൗവേ, അവൾ ഇത് വല്ലതും അറിയണം. പിന്നെ നീ കൂടാൻ കാണില്ല, പറഞ്ഞേക്കാം. വാ ഇങ്ങോട്ട്. അവൻ പറഞ്ഞത് കേട്ട് ബാക്കിയുള്ളവർ അവനെ നോക്കി ചിരിച്ചു. അവൻ സങ്കടത്തോടെ തിരിഞ്ഞു നടന്നു. അവൻ്റെ കൂടെ ബാക്കിയുള്ളവരും. പെട്ടെന്ന് എന്തോ ഒരു ശബ്ദം കേട്ടതും അവർ എല്ലാവരും ഒന്ന് നിന്നുകൊണ്ട് പരസ്പരം ഞെട്ടലോടെ നോക്കി. ഡെവി, അത് ദക്ഷയുടെ ശബ്ദമല്ലേ? അവൾക്ക് എന്തോ സംഭവിച്ചുവെന്ന പേടിയോടെ അവൻ പരസ്പരം നോക്കി ചോദിച്ചതും അവർ 3 പേരും അതേ പകർച്ചയിൽ തന്നെയായിരുന്നു. തനിക്ക് തോന്നിയത് സംശയം തന്നെയാണ് ബാക്കി 3 പേർക്കും എന്ന് മനസ്സിലായതും അവൻ സമയം പാഴാക്കാതെ ഡാനി നേരെ ശബ്ദം കേട്ടിടത്തേക്ക് ഓടി. ഡാനി ചായ, അപ്പുറത്താ. ഡാനിയൽ പേടിയോടെ ഒരു റൂമിലേക്ക് കയറാനായി ഓടിയതും ഡേവി അപ്പുറത്തെ റൂമിലേക്ക് പറഞ്ഞുകൊണ്ട് ഓടിക്കയറി. ആ റൂമിലെ കാഴ്ച കണ്ട 4 പേരും ഷോക്കേറ്റതുപോലെ നിന്നു. ആ ക്ലാസ് റൂമിൻ്റെ താഴെ കിടക്കുന്ന ദക്ഷ. അവൾ മുഖം ഒരു സൈഡിലേക്ക് ചരിച്ച് ചുണ്ടുകൾ സ്വയം കടിച്ചു പിടിച്ചുകൊണ്ട് കണ്ണുകൾ ഇറുക്കെ അടച്ചു പിടിച്ച് കിടപ്പുണ്ട്. അവളുടെ പുറത്തായി അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി കിടക്കുന്നവൻ്റെ തലമുടിയിൽ അവളുടെ കൈകൾ കോർത്ത് പിടിച്ചിട്ടുണ്ട്. കാലുകൾ 2 പേരും പരസ്പരം കൂട്ടി കോർത്ത് പിടിച്ചിരിക്കുന്നു.
കുറച്ചു നിമിഷം വേണ്ടി വന്നു അവർക്ക് കാണുന്ന കാഴ്ചയിൽ നിന്നും മുക്തയാകാൻ. ഡാ! അതൊരു അലറലായിരുന്നു. ഓടി അവൻ്റെ അടുത്തേക്ക് പോയി കയ്യിലിരിക്കുന്ന ബ്രോക്ലറിൻ്റെ കുപ്പി ഡേവിഡ് അവൻ്റെ തലയിൽ ആഞ്ഞടിച്ചു. വിളിയുടെ ഒച്ചയും തൻ്റെ തലയ്ക്ക് പുറകിലേറ്റ പ്രഹരവും ഒരു ഞൊടിയിടയിലായതുകൊണ്ട് പെട്ടെന്ന് അവൻ വേദനയോടെ വിളിച്ചുകൊണ്ട് കൈ പുറകിലേക്ക് വെച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കി. വിക്രമനാണെന്ന് കണ്ടതും അവരുടെ 4 പേരുടെയും മുഖത്ത് ഞെട്ടലും ദേഷ്യവും കൂടിക്കലർന്നു. തൻ്റെ പുറകിൽ നിൽക്കുന്ന 4 പേരെ കണ്ടതും വിക്രമിൻ്റെ കണ്ണുകളിൽ പേടി നിറഞ്ഞു. ഒപ്പം അവൻ്റെ പുറന്തലയിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന ചോര അവൻ്റെ കയ്യിലും പടർന്നു. അവൻ്റെ വേദനയോടെയുള്ള വിളി കേട്ടതും ദക്ഷ കണ്ണുകൾ വലിച്ചു തുറന്നു. മുന്നിലേക്ക് നോക്കിയതും ചോരയിൽ കുളിച്ചിരിക്കുന്ന അവനെയും അവൻ്റെ പിറകിലായി നിൽക്കുന്ന ബാക്കിയുള്ളവരെയും കണ്ട് അവളുടെ ഉള്ളിലും അകാരണമായി പേടി നിറഞ്ഞു. വിക്രം! തൻ്റെ അടുത്തേക്ക് തളർന്നു വീഴാൻ പോകുന്ന അവനെ അവൾ ചേർത്ത് പിടിച്ചുകൊണ്ട് എഴുന്നേറ്റതും അവൻ്റെ ഷർട്ടിൻ്റെ പുറം കോളറിൽ ഡേവിഡ് പിടിച്ചുകൊണ്ട് അവനെ വലിച്ച് അവളിൽ നിന്ന് മാറ്റിയെറിഞ്ഞു. ഇച്ചായ, അവനെ ഒന്നും ചെയ്യല്ലേ. അവൻ എന്നെ ഉപദ്രവിച്ചതല്ല, അവൻ എൻ്റെ ജീവനാ. അവൾ അവൻ്റെ അടുത്തേക്ക് എഴുന്നേറ്റ് ഓടാൻ ശ്രമിച്ചതും ഡാനിയൽ അവളെ പിടിച്ചു വലിച്ച് പുറകിലേക്ക് തള്ളി മാറ്റി. അവളുടെ നാവിൽ നിന്ന് ഉതിർന്നു വീണ വാക്കുകൾ കേട്ട് 4 പേരും ഞെട്ടലോടെ നോക്കി. അങ്ങോട്ട് മാറടി, ഇതായിരുന്നു അല്ലേ രണ്ടിൻ്റെയും മനസ്സിൽ? സമ്മതിക്കില്ല, ഒരിക്കലും ഇതിന് സമ്മതിക്കില്ല. നീ ഇനി ഇവനെ കാണില്ല, കൊല്ലു ഞാനിവനെ. അടിച്ചു കൊല്ലടാ ഈ നായിൻ്റെ മോനെ. ഇനി ഇവളെ കാണരുത്. ഡാനിയലിൻ്റെയും ഫിലിപ്പിൻ്റെയും നേരെ നോക്കിക്കൊണ്ട് ഡേവി അവളുടെ പുറം തലമുടിയിൽ അമർത്തി പിടിച്ചുകൊണ്ട് അവൻ്റെ നേർക്ക് ആക്രോശിച്ചതും ആ റൂമിലായി കിടക്കുന്ന ഇരുമ്പുവടിയും കോരും ഷോൾ പോലെയുള്ള ആയുധങ്ങളെടുത്ത് അവർ 3 പേരും അവൻ്റെ അടുത്തേക്ക് നടന്നു. അവൻ അരുതിയെന്ന് തലചലിപ്പിച്ചുകൊണ്ട് പുറകിലേക്ക് നീങ്ങി. അവൻ എഴുന്നേൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പുറംതലയിൽ ഏറ്റ പ്രഹരം മൂലം അവൻ്റെ തലയിൽ നിന്ന് രക്തത്തുള്ളികൾ അവിടെ മുഴുവൻ പടർന്നു. സ്റ്റീഫൻ അവൻ്റെ കയ്യിലിരുന്ന ഇരുമ്പുവടി കൊണ്ട് അവൻ്റെ തലയിലാകെ ആഞ്ഞടിച്ചു. സ്റ്റീഫ, വേണ്ട, അവന് വിട്, അവൻ എൻ്റെയാ. ഇച്ചായ, വേണ്ട, അവനൊന്നും ചെയ്യല്ലേന്ന് പറ. അവളുടെ പുറംതലയിലെ തലമുടികളായി കോർത്തു പിടിച്ചുകൊണ്ട് നിൽക്കുന്ന അവൻ്റെ കയ്യിലേക്ക് അമർത്തി പിടിച്ചുകൊണ്ട് അവൾ ദയനീയമായി പറഞ്ഞു. അവനെ തല്ലുന്നത് കണ്ട് അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകിയിറങ്ങി. അലറിക്കൊണ്ട് അവൾ അവൻ്റെ അടുത്തേക്ക് ഓടാൻ ശ്രമിച്ചതും ഡേവി അവളുടെ കരണത്ത് ആഞ്ഞടിച്ചു. അടിയുടെ ശക്തി കാരണം അവൾ താഴേക്ക് വീണു. അപ്പോഴേക്കും അവർ 3 പേരും ചേർന്ന് വിക്രമിനെ തല്ലിച്ചതച്ചിരുന്നു. ഡാനിയൽ അവൻ്റെ കയ്യിലിരുന്ന കോരികൾ ഉപയോഗിച്ച് അവൻ്റെ പുറംതലയിൽ ആഞ്ഞടിച്ചു. സ്റ്റീഫനും ഫിലിപ്പും അവൻ്റെ കയ്യിലും കാലിലുമായി ഇരുമ്പുവടിയും കമ്പും കൊണ്ട് ആഞ്ഞടിച്ചു. ഒന്നനങ്ങാൻ പോലും കഴിയാതെ അവൻ ജീവശവമായി. അവൻ്റെ ചുറ്റും ചോരയൊഴുകി. ഡേവിയുടെ തല്ലുകൊണ്ട് താഴെ വീണ ദക്ഷ അവൻ്റെ അടുത്തേക്ക് എഴുന്നേറ്റോടാനായി ശ്രമിച്ചതും ഡേവിഡ് അവളുടെ മുടിക്കുത്തൽ അമർത്തി പിടിച്ച് അവളെ എഴുന്നേൽപ്പിച്ചു അവളുടെ കരണത്തടിച്ചു. മാറി മാറി അവളുടെ ഒരു കവിളിൽ തല്ലിയതും അവൾ ബോധം കെട്ട് താഴെ വീണിരുന്നു. ഡാ, മതിയടാ, അവൻ ചത്തു കാണും. അവൻ ചത്തോ? സ്റ്റീഫനും ഡാനിയലും ചേർന്ന് വീണ്ടും അവനെ തല്ലിച്ചതച്ചുകൊണ്ടിരുന്നു. അവരുടെ കയ്യിലിരിക്കുന്ന ഇരുമ്പുവടിയിലും കമ്പിയിലുമൊക്കെ രക്തം പടർന്നു പിടിച്ചു. സ്റ്റീഫൻ അവൻ്റെ കയ്യിലിരിക്കുന്ന കോരുകൊണ്ട് അവൻ്റെ തലയിൽ വീണ്ടും പ്രഹരിക്കാൻ തുനിഞ്ഞതും ഡാനിയൽ തടഞ്ഞു. ഡേവിഡ്സൺ താഴെ ബോധം മറ്റു കിടക്കുന്ന ദക്ഷയുടെ നേർക്കൊന്ന് നോക്കിക്കൊണ്ട് അവരുടെ അടുത്തേക്കായി പോയി ചോദിച്ചതും അവൻ 3 പേരും ചുണ്ടിൽ നിറഞ്ഞ പുച്ഛച്ചിരിയോടെ അവനെ ഒന്ന് നോക്കി. ചത്തു കാണും, ഉറപ്പാ. ഇവനെ എടുത്ത് കാറിൻ്റെ ബാക്ക് സീറ്റിൽ കിടത്ത്. ചത്താലും ഇല്ലെങ്കിലും അവൻ്റെ തള്ളയുടെ മുമ്പിൽ കൊണ്ട് ഇറക്കി കൊടുക്കാം. കുരിശെങ്കിൽ തറവാട്ടിലെ പെൺപിള്ളാരെ മോഹിക്കുന്നവന് ഇതാണ് ശിക്ഷ. അഥവാ ചത്തിട്ടില്ല എങ്കിൽ അവൻ്റെ തള്ളയുടെ പറഞ്ഞേക്കണം മോനെയും കൊണ്ട് ഈ നാട് വിട്ടോളാൻ. ഇല്ലെങ്കിൽ കർമ്മം ചെയ്യാൻ അവൻ്റെ പല്ലോ നഖമോ പോലും കൊടുക്കില്ലെന്ന്. ഞാൻ അവളെ വീട്ടിൽ കൊണ്ടുപോകുന്നു. ഡേവിസ് അത്രയും പറഞ്ഞുകൊണ്ട് താഴെ ബോധമറ്റ് കിടക്കുന്ന ദക്ഷയെ 2 കൈകളാലും തൂക്കിയെടുത്ത് പുറത്തേക്ക് നടന്നു. വിക്രമിൻ്റെ 2 കൈകളും പിടിച്ചു വലിച്ച് അവനെ അവിടെ കൂടി വലിച്ചടിച്ചതും അവൻ്റെ ചോരത്തുള്ളികൾ അവിടെയാകെ നിറഞ്ഞു. ഡാ, ഞാൻ കാറെടുത്തിട്ട് വരാം. ഇവനെ ഇടയ്ക്കണ്ട, രക്തം ഇവിടെ മുഴുവൻ പടർന്നിട്ടുണ്ട്. അത്രയും പറഞ്ഞുകൊണ്ട് സ്റ്റീഫൻ പോക്കറ്റിൽ കിടന്ന കാറിൻ്റെ ചാവിയുമായി നേരെ ഗ്രൗണ്ടിലേക്ക് ഓടി. ബാക്കിയുള്ളവർ 2 പേരും ചേർന്ന് ആ മുറിയിൽ മുഴുവൻ കഴിവിറക്കി. അപ്പോഴേക്കും സ്റ്റീഫൻ കാറുമായി വന്നിരുന്നു. 3 പേരും ചേർന്ന് അവനെ കാറിൻ്റെ ഡിക്കി തുറന്ന് അകത്തേക്കിട്ടു. 3 പേരും ചേർന്ന് കയറിയത് വിക്രമിൻ്റെ വീട് ലക്ഷ്യം വെച്ച് പാഞ്ഞു. ഓരോന്നോർത്ത് അവളുടെ കണ്ണിൽ നിന്നും ചോര കണ്ണുനീർ ഒഴുകിയിറങ്ങി. ഡെവി അവളെ വീട്ടിലേക്ക് കൊണ്ടുവന്നതും എല്ലാവരോടും കാര്യങ്ങൾ പറഞ്ഞു. വലിയ കോളിളക്കം തന്നെ അവിടെ അവൻ സൃഷ്ടിച്ചിരുന്നു. അവൾക്ക് ബോധം തെളിഞ്ഞതും ഡാനിയലും അവളെ പൊതിരെ തല്ലി. അപ്പോഴും അവളുടെ നാവിൽ വിക്രമിൻ്റെ പേര് തന്നെയായിരുന്നു. ഫെലിക്സിനെ ഡേവിഡ്സൺ വളച്ച് കാര്യങ്ങളെല്ലാം അറിയിച്ചു. അദ്ദേഹം നാട്ടിലെത്തിയപ്പോഴേക്കും ആഴ്ചകൾ കഴിഞ്ഞിരുന്നു. 2 സഹോദരന്മാരും ചേർന്ന് അവളെ ഒരു ഇരുട്ട് റൂമിലേക്ക് പൂട്ടി.
ആഹാരമോ വെള്ളമോ കഴിക്കാതെ അവൾ ദിവസങ്ങൾ അതിനുള്ളിൽ വിക്രമിനെ മാത്രം ഓർത്ത് തള്ളി നീക്കി. പിന്നെയും മാസങ്ങൾക്ക് ശേഷം അവൻ ജീവനോടെയുണ്ട് എന്നറിഞ്ഞതും അവൾ എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് വിക്രമിന്റെ വീട്ടിലേക്ക് ഓടി. അവന്റെ വീട്ടിലെത്തിയതും അവൾ വീടിനുള്ളിലേക്ക് ഓടിക്കയറി. എന്തിനാ നീ വന്നത്? ബാക്കിയായുള്ള എൻ്റെ മോൻ്റെ ജീവൻ കൂടി എടുക്കാനോ? അവന് നിന്നെ കാണുകയോ സംസാരിക്കുകയോ വേണ്ട. ഞങ്ങളെ വെറുതെ വിട്ടേക്ക്. നിങ്ങളൊക്കെ വലിയ ആൾക്കാരാ. എനിക്കെൻ്റെ മകനല്ലാതെ ഈ ലോകത്ത് മറ്റാരുമില്ല. അവനെ ഒരു നോക്ക് കാണാനായി അവശതയിലും ഓടിയെത്തിയവളെ നോക്കിക്കൊണ്ട് അമ്മ തൻ്റെ മകൻ്റെ അവസ്ഥയോർത്ത് സങ്കടത്തോടെ അവളുടെ മുഖത്ത് ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഇത്രയും നാള് തന്നെ കാണുമ്പോൾ സ്നേഹത്തോടെ മാത്രം ചേർത്ത് പിടിച്ചിരുന്നു. അമ്മയുടെ നാവിൽ നിന്ന് വീണ വാക്കുകൾ കേട്ട് അവളുടെ കാലുകളിടറി. അമ്മ ഒരു നോക്ക് എനിക്ക് കണ്ടാൽ മതി പ്ലീസ് അമ്മ, അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും. പറ്റില്ല എന്നല്ലേ നിന്നോട് ഞാൻ പറഞ്ഞത്? ഇറങ്ങിക്കോണം ഇപ്പോൾ ഈ നിമിഷം ഈ വീട് മുറ്റത്ത് നിന്ന്. ഇനി നിനക്ക് അവനോട് യാതൊരു ബന്ധവുമില്ല. എൻ്റെ മകനെ വെറുതെ വിട്ടേക്ക്. അവനെ മറന്നേക്ക് എന്നേക്കുമായി. പറ്റില്ല, അവനില്ലെങ്കിൽ ഞാൻ ജീവിക്കില്ല. അമ്മയുടെ ഹൃദയം അത്രമേൽ വേദനയേറ്റിരുന്നു. സ്റ്റീഫനും ഡാനിയലും ചേർന്ന് അവനെ ആ വീട്ടുമുറ്റത്ത് കൊണ്ടുവന്ന അവസ്ഥ. അവരുടെ കണ്ണുകൾ തെളിഞ്ഞു വന്നതും ആ കണ്ണുകൾ ചോര പൊടിഞ്ഞു. അവിടെ നിന്ന് അവനെ ഈ അവസ്ഥയിലേക്ക് മാറ്റിയെടുക്കാൻ അവർ ഒഴുക്കിയ കണ്ണുനീരിനെ കുറിച്ച് ആലോചിച്ചതും അവർക്ക് അവളോട് ദേഷ്യം ആളിക്കത്തി. എന്നാൽ അവർ പറഞ്ഞതൊന്നും വകവയ്ക്കാതെ അവൾ അവൻ്റെ മുറിയിലേക്ക് കയറി ഓടി. വിക്രം, വിക്രം! അവൾ അവനെ വിളിച്ചുകൊണ്ട് അവൻ്റെ റൂമിലേക്ക് ഓടിക്കയറി. അവിടെ തലയിലും കയ്യിലും കാലിലുമൊക്കെ മുറിവും ചതവുമായി കെട്ടിവെച്ചുകൊണ്ട് കണ്ണുകളടച്ച് കിടക്കുന്ന വിക്രമിനെ കണ്ടതും അവൾ ഓടി അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നു. വിക്രം! അവൻ ഞെട്ടലോടെ കണ്ണുകൾ വലിച്ചു തുറന്നതും തൻ്റെ മുന്നിൽ ഇരു കണ്ണുകളും നിറഞ്ഞൊഴുകി കോലം കെട്ട ഒരു പെണ്ണിനെ കണ്ട് അവൻ്റെ ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ അവൻ കൈയുയർത്തി അവളുടെ കവിളിലേക്ക് ചേർത്ത് പിടിച്ചു. വാ, നമുക്ക് എവിടെയെങ്കിലും പോകാം. ആരും വേണ്ട നമുക്ക്. ആരും നമ്മളെ കണ്ടുപിടിക്കാത്ത, ആരെയും ശല്യം ചെയ്യാത്ത എവിടെയെങ്കിലും പോകാം വിക്രം. എനിക്ക് നീയില്ലാതെ പറ്റില്ല വിക്രം. വാ, പോകാം. അവൻ്റെ കയ്യിൽ പിടിച്ച് അവനെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൾ പറഞ്ഞതും ആ അമ്മ റൂമിലേക്ക് വന്ന് അവളുടെ കയ്യിൽ നിന്ന് അവൻ്റെ കൈ പിടിച്ചു മാറ്റിക്കൊണ്ട് അവളെ അവൻ്റെ അടുത്ത് നിന്ന് എഴുന്നേൽപ്പിച്ചു. നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇറങ്ങിപ്പോകാനാണ് പറഞ്ഞത്. ഇനിയും കൊണ്ടുപോയി നിന്റെ ചേട്ടന്മാർക്ക് തല്ലിച്ചതക്കാൻ എൻ്റെ മോൻ്റെ ശരീരത്തിൽ ആരോഗ്യമോ ജീവനോ ഇല്ല. രണ്ടുപേരും പരസ്പരം മറന്നേക്ക്. അമ്മ, ഞാൻ കാലു പിടിക്കാം. ഞങ്ങൾക്ക് പരസ്പരമില്ലാതെ ജീവിക്കാൻ പറ്റില്ല. അമ്മക്കറിയാലോ. പ്ലീസ് അമ്മ. അമ്മയും വാ, നമുക്ക് 3 പേർക്കും എവിടെയെങ്കിലും പോകാം. എനിക്ക് വിക്രം ഇല്ലാതെ പറ്റില്ല അമ്മ. ഡി ദക്ഷ, ഇറങ്ങി വാടി. നീ ഇവിടെ തന്നെ ഉണ്ടെന്ന് അറിയാം. ഞങ്ങൾ അകത്തേക്ക് കയറിയാ ഇവിടെ ഉള്ളവരുടെ ജീവൻ ബാക്കി വെക്കില്ല, പറഞ്ഞേക്കാം. ആ വീടിന്റെ പുറത്തുനിന്ന് ഡേവിഡ് അകത്തേക്ക് നോക്കി ഉറക്കെ പറഞ്ഞതും തന്നെ വീട്ടിൽ കാണാനില്ല എന്നറിഞ്ഞ് അവർ ഇവിടെ എത്തിയെന്ന് അവൾക്ക് ബോധ്യപ്പെട്ടു. ആ അമ്മ പേടിയോടെ അവളുടെയും അവൻ്റെയും മുഖത്തേക്കൊന്ന് നോക്കി.